السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد. عن المقداد بن معدي كريب رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: ما ملأ آدمي وعاء شرا من بطنه بحسب ابن آدم أكلات يقمن صلبه فإن كان لا محالة فثلث لطعامه وثلث لشرابه وثلث لنفسه. رواه الترمذي. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത മിഖ്ദാദ് ഇബ്നു മഅദി കരീബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരികയാണ്. മാ മലഅ ആദമിയുൻ ബിആഅൻ ശർറൻ മിൻ ബത്നിഹി, തൻ്റെ വയറിനേക്കാൾ ഉപദ്രവകരമായ ഒരു പാത്രവും മനുഷ്യൻ നിറയ്ക്കുന്നില്ല. ബിഹസ്ബി ഇബ്നി ആദമ ഉക്കുലാത്തിൻ യുഖിംന സുൽബഹു, ആദമിൻ്റെ പുത്രന് അവൻ്റെ മുതുക് നിവരുവാൻ വേണ്ട അല്പം അന്നം മതി. ഫഇൻ കാന ലാ മഹാല, ഇനി അനിവാര്യമാണെങ്കിൽ ഫസുലുസുല്ലി തആമിഹി, ഭക്ഷണത്തിന് മൂന്നിലൊന്നും, വസുലുസുല്ലി ഷറാബിഹി, പാനീയത്തിന് മൂന്നിലൊന്നും, വസുലുസുല്ലി നഫസിഹി, ശ്വസനവായുവിന് മൂന്നിലൊന്നും ആവാം. ഇതാണ് ഹദീസിൻ്റെ സാരം. തൻ്റെ വയറിനേക്കാൾ ഉപദ്രവകരമായ ഒരു പാത്രവും മനുഷ്യൻ നിറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ അത്യാവശ്യമായി അവൻ്റെ മുതുക് നിവർന്നു നിൽക്കാൻ വേണ്ട ആഹാരം മതി എന്ന് പറഞ്ഞിട്ട്, ഇനി അതല്ല അതിനേക്കാൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഭക്ഷണത്തിന് മൂന്നിലൊന്ന്, പാനീയത്തിന് മൂന്നിലൊന്ന്, ശ്വസനവായുവിന് മൂന്നിലൊന്ന്. ആഹാരം കഴിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല, അത് കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് അത് മനുഷ്യന് അനുവദനീയമാക്കി നിശ്ചയിച്ചത്. അത് അമിതാഹാരമായി മാറിയാൽ അതിൻ്റെ ദൂഷ്യം എന്താണ് എന്നാണ് ഈ ഹദീസ് വിരൽ ചൂണ്ടുന്നത്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുന്നു. വയറിൻ്റെ മൂന്നിലൊന്നേ ആഹരിക്കാവൂ എന്ന് ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനും അമിതാഹാരം അരുതെന്നാണ് ഉണർത്തിയിട്ടുള്ളത്. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അമിതമാവരുത്. അമിത വ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ വൈദ്യശാസ്ത്ര തത്വങ്ങളുടെയും അടിത്തറയാണ് ഈ ഹദീസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇബ്നു റജബ് റഹിമഹുല്ല പറയുകയും കൂടി ചെയ്തിട്ടുണ്ട്. സഹാബികളും ഈ വിഷയത്തിൽ വളരെ കണിശത പുലർത്തിയിരുന്നതായി കാണാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം: വയറ് നിറയെ തിന്നുന്നത് വർജിക്കുക, അത് ജീവിതത്തിന് ഭാരവും മരണത്തിന് ദുർഗന്ധവുമാണ്. നാഫി റഹിമഹുല്ല പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരഗതിയെ കൂടെ കൂട്ടാതെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. ഒരു ദിനം ഞാനൊരാളെ അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനായി വിട്ടു. അയാൾ ധാരാളം കഴിച്ചു. ഇബ്നു ഉമർ പറഞ്ഞു, നാഫി, ഇയാളെ ഇനി ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വിടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്: സത്യവിശ്വാസി ഒരു ആമാശയത്തിൽ ഭക്ഷിക്കുന്നു, ഒരു അവിശ്വാസി 7 ആമാശയങ്ങളിൽ ഭക്ഷിക്കുന്നു. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതിനെ വിശകലനം ചെയ്തുകൊണ്ട് ഇമാം നബവി റഹിമഹുല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ ഹദീസിൻ്റെ ഉദ്ദേശ്യം ഭൗതിക ഭ്രമത്തെ കുറയ്ക്കുക എന്നതാണ്. വിരക്തിയെയും മിതത്വത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ വചനം. ഭക്ഷണം പരിമിതമാക്കൽ ഒരാളുടെ സൽസ്വഭാവത്തിൻ്റെ സാക്ഷ്യമാണ്. അമിതാഹാരം അതിന് വിരുദ്ധമാണ്. തൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിച്ച ആളെക്കുറിച്ച് ഇയാളെ ഇനി ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വിടരുതെന്ന് പറയാൻ കാരണം അവിശ്വാസികളുടെ സ്വഭാവത്തോട് സാമ്യതയുള്ളത് കൊണ്ടാണ്. അത്തരക്കാരോട് അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ സഹവസിക്കുന്നത് നല്ലതല്ല. മറ്റുള്ളവരുടെ അന്നം തടസ്സപ്പെടാനും അമിതാഹാരം ഇടയാക്കാറുണ്ട്.
ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, വയറ് നിറച്ച് ഭക്ഷിക്കൽ ശരീരത്തെ ഭാരമുള്ളതാക്കുന്നു, ഹൃദയത്തെ പരുഷമാക്കുന്നു, ബുദ്ധിയെ നശിപ്പിക്കുന്നു, ഉറക്കത്തെ ക്ഷണിച്ചു വരുത്തുന്നു, ഇബാദത്തുകൾ നിർവഹിക്കാൻ അശക്തനാക്കുന്നു. വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് പല വിപത്തുകൾക്കും വഴിയൊരുക്കും. 1. ശരീരത്തിന് ഭാരമുള്ളതായി അനുഭവപ്പെടും. 2. ഹൃദയം കാഠിന്യമുള്ളതായി മാറും. 3. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകം നഷ്ടപ്പെടും. 4. റബ്ബിന് ഇബാദത്തെടുക്കുമ്പോൾ ക്ഷീണവും അലസതയും അനുഭവപ്പെടും. 5. എപ്പോഴും ഉറക്കം തൂങ്ങുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നതിനെ സൂക്ഷിക്കുക. ഈ സ്വഭാവത്തെ പാടെ മാറ്റി നിർത്തുക. ഇമാം വസ്സാലി റഹിമഹുല്ല രേഖപ്പെടുത്തി, ഭക്ഷണം കുറയ്ക്കുന്നവൻ്റെ ഹൃദയം തെളിയുന്നു, ചിന്തകൾ വർദ്ധിക്കുന്നു, കാഴ്ചപ്പാടുകൾക്ക് തീഷ്ണതയുണ്ടാവുന്നു, അമിതാഹാരം അലസതയുണ്ടാക്കുന്നു, ഹൃദയത്തിൽ അന്ധകാരം നിറയ്ക്കുന്നു. ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. ഇങ്ങനെയുള്ള പ്രവാചകന്റെ ഈ വചനം അടിസ്ഥാനമാക്കിക്കൊണ്ട് എത്ര ശാസ്ത്രീയമായ നിലയിലാണത് പറഞ്ഞത്. ശാസ്ത്രവും ഇത് തന്നെയാണല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദ്യശാസ്ത്രവും സൂചിപ്പിച്ചത്. ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. കാരണം അത് ദഹനത്തെ ബാധിക്കും, പല രോഗങ്ങളും വിളിച്ചു വരുത്താൻ വഴിയൊരുക്കും. അതേസമയം ആവശ്യത്തിന് കഴിക്കുകയും വിശക്കുമ്പോൾ കഴിക്കുകയും ചെയ്യുക എന്നുള്ളത് ആണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഏറ്റവും മോശമായ പാത്രം എന്ന് പറയുന്നത് വയറാണ്. അത് മനുഷ്യൻ ഉപദ്രവകരമായ നിറയ്ക്കുന്നവയിൽ ഏറ്റവും ഉപദ്രവകരമായ ഒരു പാത്രമായിട്ടാണ് ഇവിടെ അതിനെ വിശകലനം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യത്തിന് ഭക്ഷണം കഴിക്കണം, അതാവശ്യമാണ്. എന്നാൽ അത് ഇന്ന രൂപത്തിലാകണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. ഇസ്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും അവൻ്റെ ആരോഗ്യം, ഇബാദത്ത് ചെയ്യാനുള്ള അവൻ്റെ ഔത്സുക്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നൽകുന്ന അമിതമായ പ്രാധാന്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ തത്വങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.